എടാ നീ എടിയില്ല പെട്ടെന്ന് വന്നോ, ഞാനൊരു ജംഗ്ഷനിൽ കാത്തുക്കുന്നുണ്ട്. അതിന് സമയമായില്ലേ, 1/2 മണിക്കൂർ ബോഡി എടുക്കുമ്പോ. വേഗം വന്നേ. രാജു നീ എവിടെ പോയടാ? ഞാൻ വണ്ടി സർവീസിലൊക്കെ വിടേ. നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് അല്ല? അത് ചാർജ് തീർന്ന് സ്വിച്ച് ഓഫ് ആയി പോയി. നിന്റെ വീട്ടിലെന്തോ ഇതിനെ പ്രശ്നമുണ്ടോ അവരടാ? വീട്ടിലാ? എന്ത് ഇമെന്തൊരു പെണ്ണിന്റെ വിഷയം. നമ്മളെ പപ്പു രവിയെല്ലാം വായുന്നുണ്ടായി. ഞാനെപ്പോഴൊക്കെ മരിച്ച വീട്ടിൽ പോകുന്നില്ല, അങ്ങനെ ഇവിടെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഞാനും പായട്ടി. എന്തിനാ പ്രശ്നം നീ പറയാ? എനിക്കറിയാന്ന്. അപ്പി എന്തോ പറയുന്ന കേട്ടത്. ഇവ കാമുകനെന്നോ അങ്ങനെന്തോ. കാമുകനാ? അപ്പൊ ഞാൻ വിചാരിച്ച ശരി തന്നെ. എനിക്കോളെ അന്നേ സംശയം ഉണ്ടായി സുഖു. ഓളെ ഞാൻ അപ്പഴേ നോട്ടോട്ടാ. ഈ വീട്ടിൽ അപ്പുറത്തും ഇപ്പുറത്തും പോയിട്ട് പോകുമ്പോഴേ സുഖു എനിക്കോളെന്താ കുത്തിക്കീറോടാ. ഒരു കത്തി ഇട്ടോടാ എനിക്ക്. എടാ നീ എന്ത് പറയുന്നത്? നീ സമാധാനിക്ക്. അങ്ങനെ ഇട്ടൊന്ന്. ചേട്ടാ ചേട്ടാ നിങ്ങൾ ചെമ്മനാട്ട മരിച്ചറിഞ്ഞില്ലേ? അറിഞ്ഞില്ലടാ, ഞാനവിടെ നേരത്തെ പോയിട്ട് വന്നു. ബോഡി എത്ര മണിക്ക് എടുക്കുന്നേ? ഇപ്പൊ ഒരു 4:30 എടുക്കുന്ന പറയുന്നുണ്ടായി. അതല്ലേ, ഞാനാ മാനുവിനെ കാത്തുക്കുന്നത്. അപ്പോഴേക്ക് രാജുവിന്റെ വീട്ടിലെന്തോ കശവിശ. അത് ഞാൻ അറിഞ്ഞിനി. അതിലെന്നെ ഞാനിപ്പോ വന്നിനെ. ചേട്ടാ ഓളെ കൈയോടെ പിടിച്ചോളാ ചേട്ടാ. അപ്പൊ ഞാൻ എന്താക്കണോളാ? കൊത്തിപ്പാറുണ്ടോളാ? ഓളെ കൊത്തി പറയാനാ നീ എന്ത് വിചാരിച്ചിനെ? അയ്യടാ, ഇത് അതല്ല പ്രശ്നം. നീ മിഞ്ഞാന്ന് ഒരു പെണ്ണിനെ കൊണ്ട് എവിടെ കറങ്ങിനെ? ഞാനാ? ഏത് പെണ്ണിനാ? അത് എനിക്കറിയില്ലേ. ആ പെണ്ണിന്റെ ഓനും ആങ്ങളെല്ലാം വന്നിട്ട് നിന്റെ വീട്ടിൽ കുൽമാലാക്കുന്നുണ്ട്. ഞാനാരെയും കൂട്ടിട്ട് പോയിട്ടില്ലേ? എന്നാ പ്രശ്നമില്ല. നിന്റെ ഓൾ അവിടെ തലക്ക് കഴിച്ചിട്ട് കരയുന്നുണ്ട്. ഓള് വീട്ടിൽ നിന്ന് എല്ലാരും വന്നിട്ടുണ്ട്. അതിന് ഞാൻ എന്തെങ്കിലും ആക്കിനെങ്കല്ലേ സുഖു. എന്തടി നല്ല പേര്? ഞാൻ കണ്ട കാര്യം പറയുന്നത്. ആ പെണ്ണിന്റെ ഭർത്താവിന്റെ കൈമ ഇത്ര നീളൂല ഇരുമ്പിന്റെ ദണ്ടുണ്ട്, ബടി. പിന്നെ ആ പെണ്ണിന്റെ ആങ്ങളയിലും ഒരു ഗുണ്ട, ഓന്റെ കയ്യിൽ നീളൂല ഒരു കത്തിയുണ്ട്. നീ അങ്ങോട്ട് പോവാതിരിക്കുന്നത് നല്ലത്. ജീവൻ കിട്ടുന്നു തോന്നില്ല. സുഖു ഞാൻ പോകാ. സുഖു ഞാനെന്തെടുപ്പാക്കണ്ടേ? ഞാനും എന്തി പറയണ്ട രാജു. നിന്റെ ദയ്യം നിന്റെ മഞ്ഞപ്പുറം.